കിച്ചൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനേ ഒരു ഫിഷ് ബിരിയാണി ഉണ്ടാക്കാനാണ് വന്നേക്കുന്നത്. ഇതാ അടിപൊളി മീൻ കിട്ടിയിട്ടുണ്ട് നമുക്ക് ഫിഷ് ബിരിയാണി ഉണ്ടാക്കാനുള്ള. അപ്പം നമുക്കൊന്ന് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. നല്ല മീനായതുകൊണ്ട് നല്ല ഫ്രഷ് മീൻ ഞാൻ വൈപ്പിൽ പോയപ്പോൾ മേടിച്ചാണ് കേട്ടോ. അതുകൊണ്ട് ഞാൻ ഓർത്തു നല്ലൊരു ബിരിയാണി ഉണ്ടാക്കി നിങ്ങളെയും കൂടെ കാണിക്കാം. കുറച്ചേ ഉണ്ടാക്കുന്നുള്ളൂ. അപ്പോൾ അത് ഉണ്ടാക്കാമെന്ന് ഓർത്തിട്ട് വന്നതാണ്. അപ്പോൾ നമുക്കിതിനൊന്ന് മസാല പുരട്ടി ഒന്ന് റെഡിയാക്കാൻ വെക്കാം. ഒന്ന് വറക്കണമല്ലോ. അപ്പോൾ ഇതിനൊന്ന് മസാല പുരട്ടിയിട്ട് നമുക്കൊന്ന് വറക്കാനായിട്ട് വെക്കാം. അതിന് പോവാം നമുക്ക്. മീനെ മസാല പുരട്ടാനായിട്ട് ഇതാ മുളക്, കാശ്മീർ മുളക് പൊടിയാണ് കേട്ടോ, ഒരു 2 സ്പൂണേ, അതത്രയും മതി. എരിവുള്ള മുളക് പൊടി 3 സ്പൂൺ, കുരുമുളക് പൊടി, ഉപ്പ് ആവശ്യത്തിന്. മീനിന് ഇച്ചിരി ഉപ്പ് കുറഞ്ഞാലും കുഴപ്പമില്ല, എന്ന് പറഞ്ഞാൽ നമ്മൾ മസാലയ്ക്ക് പിന്നെ ഉപ്പ് ചേർക്കണമല്ലോ. മഞ്ഞൾപ്പൊടി, ഫിഷ് മസാല 1 സ്പൂണേ. ബിരിയാണി ഉണ്ടാക്കാനാണല്ലോ. അപ്പോൾ ഈ മസാലയൊക്കെ നമ്മൾക്ക് എണ്ണയിലായി അങ്ങ് കലർന്ന് പോകാതിരിക്കാൻ വേണ്ടി ഈ കഷ്ണത്തെ പിടിച്ചൊരു ബലത്തിന് വേണ്ടി നല്ല സോഫ്റ്റ് മീനാണ് കേട്ടോ. ഇതാ 1 സ്പൂണ് മൈദാമാവ്, അത്രയും മതി. പിന്നെ നമുക്കിതാ ഒരു മുറി അധികം നാരങ്ങ ചേർക്കുന്നില്ല. അത് നല്ല പഞ്ഞി പോലെ ഇരിക്കുന്ന മീനാണ് അത് കേട്ടോ, നല്ല മീനാണ്. 1 സ്പൂണ് നാരങ്ങ നീര്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് രണ്ടും കൂടി ഒരുമിച്ച് അരച്ചാണേ. ഇതിലോട്ട് നമ്മുടെ മീനിട്ടിട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് തേച്ച് മീനിലോട്ട് ഈ അരപ്പൊന്ന് പിടിപ്പിക്കാം. വെള്ളമൊന്നും ഒഴിച്ച് ചാലിക്കണ്ട, ഇങ്ങനെ തന്നെ ഇരുന്നാൽ മതി. മീനിൻ്റെ നനവ് കൊണ്ട് അതേ പിടിച്ചോളൂ. അങ്ങനെ നമ്മൾ മസാല എല്ലാം പുരട്ടി നല്ല റെഡിയാക്കി എടുത്ത് കേട്ടോ. നമ്മൾ വെള്ളമൊന്നും ഒഴിക്കണ്ട. ആ മീനിൻ്റെ നനവ്, മീൻ നല്ലൊരു ചെറിയ നനവുണ്ടായിരുന്നില്ല, അതുകൊണ്ട് തന്നെ മസാല അല്ലാതെ നല്ലപോലെ പുരട്ടി റെഡിയാക്കി എടുത്തു. ഇതിന് ഇച്ചിരി മസാല ഞാൻ നല്ലപോലെ പുരട്ടിയിട്ടുണ്ട്. എന്താണെന്നറിയോ, ഇനിയിപ്പോൾ നമ്മൾ ഗ്രേവിക്ക് വേണ്ടിയിട്ട് അധികം മസാല ചേർക്കില്ല, പച്ചമുളകൊക്കെയാണ്. അപ്പോൾ ഇതിന് ഇച്ചിരി ഇരുന്നോട്ടെ എന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഇനി അടുത്തത് ഇത് കുറച്ച് നേരം ഒന്നിരിക്കട്ടെ, ബാക്കിയെല്ലാം നമുക്ക് എടുത്ത് റെഡിയാക്കി വരാം. ബിരിയാണിക്കുള്ള സാധനങ്ങളൊക്കെ സവാള എടുത്തു, പിന്നെ ജീരകശാല അരിയാണ് കേട്ടോ. അരി ഞാൻ കുതിർത്തിട്ട് കഴുകി വൃത്തിയാക്കി വെള്ളത്തിലോട്ട് ഇട്ട് വെച്ചു കേട്ടോ. ഇതൊക്കെ എന്തോ കാണാനാണ്, നിങ്ങളൊക്കെ കാണുന്നതല്ലേ, അതുകൊണ്ട് ഞാൻ കഴുകി എല്ലാം റെഡിയാക്കി. 1 കിലോ അരിയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ, അത് കുതിർത്ത് വെച്ചു. പിന്നെ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ച് എടുത്തിട്ടുണ്ട്. അത് നമുക്ക് മസാലയ്ക്ക് വേണം. മീൻ നമ്മൾ പുരട്ടി ഈ മസാല ഉണ്ടാക്കുന്നതിന് വേണം. കുറച്ച് സൺഫ്ലവർ ഓയിൽ എടുത്തിട്ടുണ്ട്, കശുവണ്ടി, പച്ചമുളക് ചതച്ചത്, 1 കപ്പ് നല്ല കട്ടി തേങ്ങാപ്പാൽ എടുത്തിട്ടുണ്ട് കേട്ടോ. കുറച്ച് ഉണക്കമുന്തിരി എടുത്തിട്ടുണ്ട്, മഞ്ഞൾ പൊടി, ഉപ്പ്, തക്കാളി. പിന്നെ ഞാൻ ബിരിയാണി മസാല, അത് ചിക്കൻ ബിരിയാണിക്കെന്നോ ഫിഷ് ബിരിയാണിക്കൊന്നും ഒന്നുമില്ല, ബിരിയാണി മസാലയാണ്. നിറപറയുടെ ബിരിയാണി മസാല. ഇത് ഞാൻ സ്ഥിരമായിട്ട് ഇവിടെ ഉപയോഗിക്കാറുള്ളതാണ് കേട്ടോ. നല്ല അടിപൊളി മസാലയാണ്, എല്ലാവരും മേടിച്ച് നോക്കണം. അപ്പോൾ അത് ഞാൻ എടുത്തിട്ടുണ്ട്. ഇത് ഫുള്ള് വേണ്ട, ഇതിൽ 1 സ്പൂണ് ഞാൻ ചേർക്കാറുണ്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ പിന്നെ മല്ലി, പുതിന, കരിവേപ്പില അതൊക്കെ എടുത്തിട്ടുണ്ട്. അതൊക്കെ ഒന്ന് കാണാനില്ലല്ലോ, എല്ലാവർക്കും അറിയാമല്ലോ. പിന്നെ ഇടുന്നതൊക്കെ കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് പോവാം. ഇങ്ങനെയൊക്കെ ഉണ്ടാക്കുന്നതെന്ന് കാണണ്ടേ? വായോ എല്ലാവരും, നമുക്ക് പോവാം വീഡിയോയിലേക്ക്. ഒന്ന് ചൂടാവട്ടെ. നമുക്ക് റൈസ് ഒന്ന് വേകാനായിട്ട് വെക്കണം. നമ്മുടെ ഈ അടുപ്പിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം വെച്ച് കൊടുക്കാം റൈസ് വേകാനായിട്ട്. പുറത്ത് നല്ല മഴയാണ് കേട്ടോ, അതുകൊണ്ട് ചെറിയ സൗണ്ടുകളൊക്കെ വരുന്നുണ്ട്. അങ്ങനെ നമ്മുടെ എണ്ണ ഒഴിച്ചു കൊടുത്തു. എണ്ണ ഒന്ന് ചൂടായിക്കോട്ടെ. അങ്ങനെ നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്കത് ആ മീൻ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. നമ്മളിതാ ചോറ് വെക്കാനായിട്ടുള്ള വെള്ളം അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. അതും ഒന്ന് തിളക്കട്ടെ. നമുക്ക് ഇതിൽ ഈ വെള്ളത്തിലേ ചോറിന് വേണ്ടിയിട്ട് ഇച്ചിരി മസാല ഇട്ട് കൊടുക്കണ്ടേ. തക്കോലോ, ബേ ലീഫും, പട്ടയും. നമുക്ക് ഈ ചോറിൽ കുറച്ച് ഉപ്പൂടി ഇട്ട് കൊടുക്കാം. ഫസ്റ്റ് ട്രിപ്പ് ഇട്ടതൊന്ന് എടുക്കാം കേട്ടോ. ഇനി നമുക്ക് കശുവണ്ടി മുന്തിരിയൊക്കെ ഒന്ന് വറക്കണം. ഞാൻ എന്താണെന്നറിയാം, കശുവണ്ടിയൊക്കെ ആദ്യം വറക്കാൻ, സവാളയും കശുവണ്ടിയൊക്കെ ഈ മീൻ വറുത്ത എണ്ണയിലിട്ട് വറക്കുവാണെങ്കിലേ ഇതിൻ്റെ ഒരു ടേസ്റ്റ് കൂടെ ആ ഉള്ളിക്കൊക്കെ കിട്ടും. അപ്പം നല്ല ഒരു ഫ്ലേവർ വരും മീനിൻ്റെ. അതുകൊണ്ടാണ് ഞാൻ ഫസ്റ്റിലേ വറക്കാൻ കേട്ടോ. ഇത് വറുത്ത് കഴിഞ്ഞിട്ട് അത് വറക്കണം. നമ്മുടെ ചോറിൻ്റെ വെള്ളം തിളച്ചിട്ടുണ്ട്. നമുക്ക് അരി അങ്ങോട്ട് ഇട്ട് കൊടുക്കണം. വെള്ളം തിളച്ചിട്ടുണ്ട്, അരി ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ചോറും വേകട്ടെ, മീനും ആകട്ടെ. ഇപ്പം ഇനി ഒരു 10 മിനിറ്റ് കൊണ്ട് ഇത് റെഡിയാവും കേട്ടോ. അതേ സമയമൊന്നും വേണ്ട. ഫിഷ് റെഡി ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്കിതൊക്കെ എളുപ്പമാണ്. അപ്പോൾ നമ്മൾ മീൻ വറുത്ത് വരും. ഇനി നമുക്കിത് സവാള ഒന്ന് വറക്കാം.
സാധാരണ എല്ലാവരും സവാളയും കശുവണ്ടിയും ഒക്കെ വറുത്തിട്ടാണ് ചിക്കൻ വറക്കാറുള്ളത്. ചിക്കൻ വറക്കുവാണെങ്കിൽ ചിക്കൻ വറക്കുക. ഇതെന്തെന്നറിയാം, മീനിൻ്റെ ഫ്ലേവർ ഈ ഉള്ളിയിൽ കൂടി വരട്ടെ. കണ്ടോ കളർഫുള്ളായിട്ടുള്ള സവാള വറുത്തു. ഇങ്ങനെ നമ്മുടെ സവാള ഉള്ളി നമ്മൾ കുറച്ചേ വറുത്തിട്ടുള്ളൂ കേട്ടോ, ബാക്കി നമുക്ക് മസാലയ്ക്കുള്ളതാണ്. നമുക്കൊന്ന് കോരിയെടുക്കാം. നല്ല കളർഫുള്ളായിട്ടുള്ള സവാള വറുത്തത് കണ്ടോ. സവാള വറുത്ത ഇങ്ങനെയല്ലല്ലോ ഇരിക്കുന്നത്, അതാണ്. ഇനി നമുക്കിതിലോട്ടെ നമ്മുടെ കശുവണ്ടി ഇട്ട് കൊടുക്കാം. എന്താ എല്ലാ എണ്ണയിൽ തന്നെ മൂക്കട്ടെ. ആ എണ്ണ തന്നെയാണ് കേട്ടോ. അതിലോട്ട് നമുക്കിതാ ഇച്ചിരി മസാലകൾ ഇട്ട് കൊടുക്കാമേ. ഇനി നമ്മുടെ ബിരിയാണി ടപ്പെന്നായിരിക്കും. നമ്മൾ കശുവണ്ടിയും മുന്തിരിയും വറുത്തെടുത്തു, മീനും വറുത്തെടുത്തു, ചോറും വെന്തിട്ടുണ്ട്, ചോറുമായി. ഇനി നമുക്ക് ഈ മസാല ഉണ്ടാക്കുന്ന താമസമേ ഉള്ളൂ, പെട്ടെന്ന്. നമ്മുടെ സവാള വേണ്ടിയിട്ട് നമുക്കതാ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് കുറച്ച് അതിലേക്ക് ഇട്ട് കൊടുക്കാം. കുറച്ച് പച്ചമുളക് നമുക്ക് അതിലോട്ട് ഇട്ട് കൊടുക്കാം. ഉപ്പ് പൊടി ഇട്ട് കൊടുക്കാം, കുറച്ച് മതി. മീനിന് പുരട്ടി ചോറിനുണ്ട്, അപ്പോൾ കുറച്ച്. മഞ്ഞൾപ്പൊടി നമുക്ക് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. നമ്മളിതിന് നെയ്യൊന്നും ചേർക്കുന്നില്ല കേട്ടോ. ഇതിന് നെയ്യ് ചേർക്കേണ്ട ആവശ്യമില്ല. സൺഫ്ലവർ ഓയിൽ മാത്രമേ ഇതിന് ചേർത്തിട്ടുള്ളൂ കേട്ടോ. അത് മാത്രം ചേർത്തിട്ട് ഉണ്ടാക്കിയാൽ മതി, ഇല്ലാത്ത രോഗമൊന്നും ഉണ്ടാക്കണ്ട. അപ്പോൾ ബിരിയാണി മസാല അത് കുറച്ചങ്ങോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ, ഒരു 1.5 സ്പൂൺ കേട്ടോ. ഇങ്ങനെ നമ്മുടെ ഗ്രേവിയൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ഇനി നമ്മളിതിന് മുളക് പൊടിയോ മല്ലിപ്പൊടിയോ അങ്ങനെയുള്ള ഒന്നും ചേർക്കുന്നില്ല. എന്താണെന്ന് വെച്ചാൽ ഇത് പച്ചമുളകിൻ്റെ എരിവ്, ഈ ബിരിയാണി മസാലയുടെ എരിവ്, ഇഞ്ചിയും വെളുത്തുള്ളിയുടെ എരിവ്, ഇതൊക്കെ കൊണ്ട് തന്നെ ധാരാളമായിരിക്കും. ഇനി ആദ്യം നമുക്ക് എരിവ് വേണ്ട. മീൻ നമ്മൾ മസാല പുരട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതിലിട്ട് കൊടുക്കേണ്ട എന്താണെന്നറിയാമോ, തക്കാളി ഒരു 2-3 തക്കാളി ഉണ്ട് കേട്ടോ, വലിയ തക്കാളിയേ. അതാണ്. ഇതും കൂടെ ഒന്ന് വഴണ്ട് വന്നു കഴിഞ്ഞാൽ നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട്. നമ്മുടെ മസാല എല്ലാം റെഡി ചെയ്താൽ നമുക്ക് തേങ്ങാപ്പാൽ, 1 കപ്പ് തേങ്ങാപ്പാൽ എടുത്ത് കേട്ടോ, അതങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇതെന്തായാലും വേണം കേട്ടോ. മല്ലിയും പുതിനയും ഇട്ട് കൊടുക്കാമേ. നമ്മുടെ ഫിഷ് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു കാര്യം മാത്രമേ ഉള്ളൂ, ഞാൻ ഇതിനൊന്നും ഉപ്പ് നോക്കിയിട്ടില്ല. ഇനി എന്താണെന്നറിയില്ല, എന്തായാലും കാണുമെന്ന് പ്രതീക്ഷിക്കാം നമുക്കല്ലേ. നമ്മൾ സെറ്റ് ചെയ്യുമ്പം മസാലയൊക്കെ എല്ലാം കറക്റ്റായിട്ട് വന്നോളൂ. നമുക്കിതാ ഇതൊന്നും കളയണ്ട, ഈ മസാലയെല്ലാം അതിലോട്ട് തന്നെ കിടന്നോട്ടെ. ഫിഷ് ബിരിയാണിയുടെ മസാല എല്ലാം കറക്റ്റായി. അപ്പോൾ നമുക്കിനി അടുപ്പിലേക്ക് തന്നെ നമ്മുടെ അടുത്ത് വെച്ച് കൊടുക്കാം. നമ്മളിതാ അത് വെച്ചിട്ടുണ്ട്. നമ്മുടെ ഫിഷൊക്കെ നമുക്ക് ഇതിലേക്ക് ആക്കി കൊടുക്കാം. നല്ല സോഫ്റ്റ് മീനായതുകൊണ്ട് എങ്ങനെയാണെന്ന് അറിയത്തില്ല കേട്ടോ. നമ്മുടെ ചോറ് അതിലോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. കശുവണ്ടി ഉള്ളിയൊക്കെ വറുത്തത് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. നമുക്ക് ഈ മസാല എല്ലാം ഇതിലേക്ക് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. ബലം നിൽക്കുന്നില്ല കയ്യിൽ, അത്രയ്ക്ക് വെയിറ്റുള്ള ഒരു ഫ്രൈ പാൻ. ഇതൊരു കല്ല് പോലത്തെ പാനാണ്, അതുകൊണ്ടാണ്. അപ്പോൾ നമുക്ക് ബാക്കി ചോറും കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മുടെ ബിരിയാണി നമുക്ക് അടച്ചു കൊടുക്കാം. ഇനി അവിടെ ഒന്ന് ഇരിക്കട്ടെ ഒരു 5 മിനിറ്റ്.
അങ്ങനെ നമ്മുടെ ബിരിയാണി നമുക്ക് തുറന്നു നോക്കിയാലോ. ലാവി പറക്കുന്ന ബിരിയാണി നമുക്ക് എടുത്തു നോക്കാം അല്ലേ. മീൻ പൊടിയുമോ എന്നുള്ള പേടിയില്ല കേട്ടോ ഞാനിങ്ങനെ എടുക്കുന്നത്. അങ്ങനെ നമ്മുടെ ഫിഷ് ബിരിയാണി നല്ല റെഡി ആയിട്ടുണ്ട് കേട്ടോ. ആർക്കെങ്കിലും കണ്ടിട്ട് കൊതി വരുന്നുണ്ടോ മക്കളെ? ഇത് ഭയങ്കര ടേസ്റ്റ് ഈ ഗ്രേവിക്ക് കേട്ടോ. ഞാനാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഗ്രേവി ഉപ്പൊന്നും നോക്കി ഒന്നും ഇല്ലായിരുന്നു. പക്ഷെങ്കിൽ ആവി പോകാതെ ഒന്ന് അടച്ചോട്ടെ. നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. എങ്ങനെയാണ് അടിപൊളിയെന്ന് പറയുന്നതെന്നറിയാമോ? നമ്മുടെ ഗ്രേവി എല്ലാം ഇട്ട് കഴിഞ്ഞിട്ടേ ആ ചോറും പാത്രത്തിൽ ഇച്ചിരി ചോറുണ്ടായിരുന്നു. അപ്പോൾ ആ ഗ്രേവിയിലോട്ട് ഇട്ടിട്ടൊന്ന് കുഴച്ചിട്ട് തിന്നു ഞാൻ. ടേസ്റ്റ് അറിയണമല്ലോ, സൂപ്പർ ടേസ്റ്റാണ്. അപ്പം എല്ലാവരും ഉണ്ടാക്കി നോക്കുക. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായാലും എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയണം കേട്ടോ. എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ഓക്കെ, ബൈ.